ട്രൂക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് വാറണ്ടി രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് ഈ ഒരു വാറണ്ടി സർവീസ് സെൻ്ററുകൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൂക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് truke.in. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രീമിയം ഡിസൈൻ സ്ലൈഡ് ആൻഡ് പെയർ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ബഡ്സ് S2ൻ്റെ ആ ഒരു പരസ്യം തന്നെയാണ്. ഏറ്റവും മുകളിൽ വലത് സൈഡിലായിട്ട് ട്രൂക്ക് ഹോം, അതുപോലെ തന്നെ പ്രോഡക്ട്സ്, വാറണ്ടി രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടാബ് കാണാം. അതിനകത്ത് വാറണ്ടി രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ 2 വിൻഡോ ഉണ്ട്. രജിസ്റ്റർ യുവർ പ്രോഡക്റ്റ് ഫോർ വാറണ്ടി, അതുപോലെ തന്നെ ഫൈൻഡ് നിയറസ്റ്റ് സർവീസ് സെൻറ്റർ. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു രജിസ്റ്റർ യുവർ പ്രോഡക്റ്റ് ഫോർ വാറണ്ടി എന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഇതുപോലൊരു ഗൂഗിൾ ഫോമാണ് ആക്ച്വലി ഓപ്പൺ ആയി വരുന്നത്. അവിടെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇമെയിൽ അഡ്രസ് ആണ്. ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ആമസോണിൽ നിന്നാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ, അത് തന്നെ കൊടുത്താൽ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു വാറണ്ടി ക്ലെയിം ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ച് ഈസി ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് പർച്ചേസ് ഫ്രെയിം, നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചെന്നുള്ളതാണ്. ആമസോണിൽ നിന്നാണോ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ, റിലയൻസ് ഡിജിറ്റൽ നിന്നാണോ, ടാറ്റ ക്ലിക്കിൽ നിന്നാണോ, ഇനി അതല്ല വേറെ ഏതാണെങ്കിൽ അത് നമുക്ക് അതറിൽ കൊടുത്തിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്, അതങ്ങോട്ട് കൊടുത്തു. അതിനുശേഷം നൈമാസ് മെൻഷൻഡ് ഓൺ ദ ഇൻവോയ്സ്, നമ്മളുടെ പേര് എന്താണോ നമ്മൾ മെൻഷൻ ചെയ്തേക്കുന്നത് ഇൻവോയ്സിൽ, അത് അതേപോലെ കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഇൻവോയ്സിലേക്ക് പോവുക. നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ആമസോണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഞാൻ കയറിയിട്ടുണ്ട്. അവിടെ ഏറ്റവും മുകളിൽ വലത് സൈഡിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ട്സ് ആൻഡ് ലിസ്റ്റ്. അതിൽ യുവർ ഓർഡേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും മുകളിൽ കണ്ടോ, ഇവിടെ വലത് സൈഡിലായിട്ട് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻവോയ്സിൽ ഇൻവോയ്സ് 1 വന്നുകൊണ്ടോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ മതി. ഇതുപോലൊരു സംഭവം വരും. ഇതാണ് ആക്ച്വലി നമ്മുടെ ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ഡിജിറ്റലി വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ അവർക്ക് ചിലപ്പോൾ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഓഫ്ലൈനിൽ പോകുമ്പോഴത്തേക്ക് കൊടുക്കേണ്ടി വരും. എന്തായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുന്നേ അപ്പോൾ അവിടെ നമ്മുടെ ഷിപ്പിംഗ് അഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഒരു ഷിപ്പിംഗ് അഡ്രസ്സിൻ്റെ പേരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഷിപ്പിംഗ് ആയാലും ബില്ലിംഗ് ആയാലും നിങ്ങൾക്ക് തന്നെ ഓർഡർ ചെയ്യുന്നെങ്കിൽ ആ ഒരു പേര് കൊടുക്കുക. ചില ആൾക്കാർ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സിൽ ആ ഒരു പേര് വെച്ചിരിക്കുന്നത് വേറെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു ഷിപ്പിംഗ് അഡ്രസ്സിലെ പേരാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ പേര് ഇവിടെ അങ്ങോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യണം. അതേപോലെ തന്നെ പിന്നെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ മോഡൽ നമ്പർ. ഏതാണ് നമ്മുടെ മോഡൽ നമ്പർ? നമ്മുടെ ബഡ്സ് S2 ആണ്, ഏറ്റവും മുകളിൽ തന്നെ ഉണ്ട് E213. എന്താണ് ഈ ഒരു E213 എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം കാണാൻ സാധിക്കുന്നത് സീരിയൽ നമ്പറാണ്. നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ, ബോക്സിൽ ഏറ്റവും പിറകിൽ ഇതുപോലൊരു സംഭവമുണ്ട്, ഒരു സീരിയൽ നമ്പറിൻ്റെത്. അവിടെ S/N എന്ന് പറഞ്ഞിട്ട് ECയിൽ തുടങ്ങുന്ന സംഭവമുണ്ട്. ഇതാണ് ആക്ച്വലി നമ്മുടെ സീരിയൽ നമ്പർ എന്ന് പറയുന്നത്. കൂടാതെ ട്രൂക്കിൻ്റെ ലോഗോ തൊട്ട് താഴെയുണ്ടോ E213. അവർ ആക്ച്വലി ബഡ്സ് S2 എന്നല്ല ഈ ഒരു രജിസ്ട്രേഷൻ സമയത്ത് അല്ലെങ്കിൽ അവർ സർവീസ് ചെയ്യുന്ന സമയത്ത് പറയുന്നത്. അവരുടെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് E213 ആണ്. എന്തായാലും ഞാൻ ഇവിടെ നമ്മുടെ സീരിയൽ നമ്പർ അങ്ങോട്ട് എൻ്റർ ചെയ്യുവാണ്. ഏതായാലും ECയിൽ തന്നെയാണ് തുടങ്ങുന്നത്, അതിൽ വേറൊരു വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സീരിയൽ നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇൻവോയ്സ് നമ്പറാണ്. ഇൻവോയ്സ് നമ്പർ നമ്മൾ നേരത്തെ പോലെ ആ ഒരു ഇൻവോയ്സിൽ പോവുകയാണെങ്കിൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് തന്നെ. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ. അതേപോലെ തന്നെ ഏറ്റവും അടിയിലായിട്ട് കാണാൻ സാധിക്കുന്നത് ഇൻവോയ്സ് ഡേറ്റ്, അതും ഇവിടെ ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബോർഡിലാണ് ആക്ച്വലി ചെറിയൊരു കൺഫ്യൂഷൻ രീതിക്ക് അവർ പല രീതിയിലും കൊടുത്തേക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇൻവോയ്സ് ഡേറ്റ് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും താങ്ക് യു ഫോർ രജിസ്റ്ററിങ് യുവർ ട്രൂക്ക് ഇയർഫോൺസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് ട്രൂക്കിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഓൺലൈനിൽ മാത്രമേ വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ഓഫ്ലൈനിലും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂക്കിൽ പോവുകയാണെങ്കിൽ വാറണ്ടി രജിസ്ട്രേഷൻ തന്നെ ഏറ്റവും അടിയിലായിട്ട് കാണാം ഫൈൻഡ് നിയറസ്റ്റ് സർവീസ് സെൻറ്റർ. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇതുപോലെ നമ്മുടെ ലിസ്റ്റ് ആവശ്യം പോലെ വരുമെന്നുള്ളതാണ്. അതിനകത്ത് കൺട്രോൾ F കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ പ്ലേസ് ഒന്ന് എൻട്രി ചെയ്യുക. ഞാനിവിടെ എൻ്റെ പ്ലേസ് ട്രിവാൻഡ്രം എൻ്റർ ചെയ്തപ്പോഴത്തേക്ക് ഇതേ കണ്ട ലൈവ് ഇൻഫോടെക് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ആളുടെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പർ, കൂടാതെ ഇമെയിൽ ID, കൂടാതെ
അഡ്രസ്സ് ഇതെല്ലാം തന്നെയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ പോയിട്ട് സർവീസ് ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സംഭവം കിട്ടുന്നതാണ്. കാരണം പല ആൾക്കാർക്കും ഓൺലൈനിൽ ഇതുപോലെ ട്രൂക്കിൻ്റെ കസ്റ്റമർ കെയർ വിളിക്കാനോ അല്ലെങ്കിൽ മെയിൽ അയക്കാനോ ഒക്കെ പാടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം കാണത്തില്ല. എന്താ പറയുക, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇവരുടെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അവർ എന്താ പറയുക ട്രൂക്ക് ഓഫീഷ്യൽസുമായിട്ടൊക്കെ സംസാരിച്ച് നമുക്ക് റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. പിന്നെ പൊതുവെ ട്രൂക്കിൻ്റെ ഈ ഒരു സർവീസ് എന്ന് പറയുന്നത് വളരെ മോശം എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ അത് ഈ ഒരു ഓഫ്ലൈനിന് വരുന്നതിന് മുന്നേ, ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എനിക്ക് ഒരു ട്രൂക്ക് BTG3 എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് ഞാനിങ്ങനെ ഇതുപോലെ ഓഫ്ലൈനിലൊന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കട്ടെ. അതിനുശേഷം അത് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമാണ് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. എന്തായാലും ട്രൂക്കിൻ്റെ പ്രോഡക്ട്സുകൾ ഓൺലൈൻ വഴി നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.